അറിയണേ, ആദം നബി അലൈഹി സ്വലാം ഈ പ്രവാചകനെ കൊണ്ടാണ് തവസ്സുൽ ചെയ്തത് എന്ന് പറയുന്ന ആ സംഭവം വിവരിച്ചുകൊണ്ട്, അത് ഞാൻ വിവരിക്കുന്നത് ആ ചരിത്രം എല്ലാവർക്കും അറിയാം. അപ്പോൾ കുഴപ്പമില്ലെങ്കിൽ ഞാൻ ആ സംഭവം വിവരിക്കുന്നത് ഒരു 4 വരി ഗാനത്തിലൂടെയാണ്. കുഴപ്പമില്ലല്ലോ? പെട്ടെന്ന് അപ്പോൾ ചെറുപ്പത്തിലൊക്കെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. നാഗപാതിയില്ലാദം നബിനല്ല പടച്ചാനേ, നാരി ഹവ്വാ ബീവി രണ്ടാളും ഒരുമിച്ചാനേ, ഏകാപാഴം തിന്നരുതെന്നിറയോൻ അറിയിച്ചാനേ, എന്നാൽ പീറേകെ മൽഊനവിടുന്ന് ചതിച്ചാനേ, വന്നിട്ട് നിന്നിട്ട് എന്താണിപ്പഴ നിങ്ങളറുത്ത് തിന്നാത്ത് ജന്നാത്ത് തന്നിരുൾ കനിയൊക്കെയിലും മുഖ്യജാതിയാണിത്, നാദരെയുമയാതൊരാൾ മടിക്കാതെയെന്നുമ പാടി അമ്മുഷയിലവരാടി വന്ന് നിറച്ചതിൽ കൂടി വന്ന് പഴം പറിച്ചോടി തിന്നവർ തങ്ങളെ ചങ്കിലിറുങ്കിയും അങ്കയളങ്കി വിളുങ്കി വിശുങ്കിയും ആകെ ചുറ്റുലോകത്തിലും വെത്തന ഷർത്തൊരു കത്തനമൈ തെരുവിത്തരുമത്തിരുമുത്ത് നബിയുള്ള ജന്മനി ദൂര് മുഹമ്മദിനാറിയ ആദം മക്കളിലൊക്കെ മികക്കതി മുക്ക് വിളക്കിയ മുക്കിയ മക്കനഗർക്കതി വിക്ക ഹബീബുള്ള. ഈ സംഭവം, അതായത് സ്വർഗത്തിൽ ആദം നബി അലൈഹി സ്വലാമിനെയും ഹവ്വാ ബീവിയെയും അള്ളാഹു സൃഷ്ടിച്ചു. അങ്ങനെ അള്ളാഹു ആ സ്വർഗത്തിലെ ഒരു പ്രധാനപ്പെട്ട വൃക്ഷം കാണിച്ചു, ഒരു കനി ഉണ്ട്, അത് ഭക്ഷിക്കരുത് എന്ന് പറയുകയും അങ്ങനെ ശൈത്താൻ്റെ ഇബ്ലീസിൻ്റെ പ്രേരണയാൽ അവർ ആ പഴം അറുത്ത് ഭക്ഷിക്കുകയും ചെയ്തു. അത് കാരണം അള്ളാഹു വരെ സ്വർഗത്തിൽ നിന്ന് ആദം നബിയെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ആ സംഭവമാണ് അതിൽ വിവരിക്കുന്നത്. പാട്ടിൽ പല തെറ്റുകളും ഉണ്ടാവും, ക്ഷമിക്കണം. അപ്പോൾ അങ്ങനെ മൗലിദിൽ പറയുന്നുണ്ട് എന്ത്, ആദം നബി അലൈഹി സ്വലാം പിന്നെ സ്വർഗത്തിൽ വസിക്കുന്ന സമയത്ത് അർഷിൻ്റെ തണ്ടങ്കാലിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതിയതായി കണ്ടു. അങ്ങനെ ആദം നബി അള്ളാഹുവിനോട് ചോദിച്ചു, മൻ കറന്തസ്മുഹു ബിസ്മിക, അള്ളാഹുവേ നീ നിൻ്റെ പേരിനോട് ചേർത്തി വെച്ചിരിക്കുന്ന ആ പേര് ആരുടേതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നിൻ്റെ സന്താനങ്ങളിൽ അവസാനമായി വരുന്ന എൻ്റെ ഹബീബായ ഒരു പ്രവാചകൻ്റെ പേരാണ് എന്ന്. അങ്ങനെ ആദം നബി അലൈഹി സ്വലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ആദം നബിക്ക് ആ സംഭവം ഓർമ്മ വന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് ആദം നബി അലൈഹി സ്വലാം പിന്നെ പ്രാർത്ഥിച്ചു എന്നാണ്. ചോദ്യം എന്താണ് എന്നിട്ട്? അതന്നെ, അതായത് അള്ളാഹുവേ പിന്നെ ആ കുട്ടിയുടെ ബർക്കത്ത് കൊണ്ട് ഈ പിതാവിന് നീ പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അള്ളാഹു ആദം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുകയും പിന്നെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ അതേ സ്ഥാനത്ത് മങ്കൂസ് മൗലിദിൽ ഖുർആനിൽ പറയുന്നത് എന്താണ്, പിന്നെ അള്ളാഹുവിനോട് റബ്ബനാ വലംന അംഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്നുള്ള ആ പ്രാർത്ഥന കൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാം ആ തെറ്റിൽ നിന്ന് മോചിതനായത്, അള്ളാഹു പുറത്തു കൊടുത്തത് എന്നും പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറയുന്നു. ഇമാം ഹാക്കിം ഉദ്ധരിച്ചിട്ടുള്ള എന്ന് പറയുന്ന ഹദീസ്, അതായത് അർഷിൻ്റെ കാലുമേൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കണ്ടു. അപ്പോൾ തെറ്റ് ചെയ്ത് ആദം നബിന് ഇപ്പം എന്താ കാട്ടുക എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഈ ഒരു സംഭവം ഓർമ്മയിൽ വരുന്നതും അള്ളാഹിനോട് ചോദിക്കുന്നതെന്നൊക്കെ ഉള്ളത്. ഇമാം ദഹബി റഹിമഹുല്ല ഇമാം ഹാക്കിമിൻ്റെ മുസ്തദറക്കിന് അതിൻ്റെ അവിടെ തന്നെ അതിൻ്റെ ഹുക്കുമ് പറഞ്ഞുകൊടുത്ത് ഈ ഹദീസ് കെട്ടിയുണ്ടാക്കിയ സംഭവമാണ്, ഇങ്ങനൊരു സംഭവം ഇല്ല, ഇത് നേരത്തെ പറഞ്ഞതുപോലെ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള വചനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ന് കൃത്യമായി ഇമാം ദഹബി റഹിമഹുല്ല ഈ പറഞ്ഞ മുസ്തദറക്കിൽ തന്നെ, ഇമാം ഹാക്കിമിൻ്റെ മുസ്തദറക്കിന് അദ്ദേഹം അടിക്കുറിപ്പ് എഴുതുന്നിടത്ത് കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. അപ്പോൾ മൗലിദുകളുടെ മൊത്തത്തിലുള്ള കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥയില്ലാത്ത കുറേ കഥകൾ കൂടിയ സാധനമാണ് ഇത്തരത്തിലുള്ള മൗലിദ് കിതാബുകളിലൊക്കെ ഉള്ളത്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നബി സ്നേഹം എന്ന് പറഞ്ഞ് ചൊല്ലുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് നബിയുടെ പേരിൽ ഇല്ലാത്തത് പറയുകയാണ്. നമ്മുടെ പേരിൽ അഥവാ നബി പറഞ്ഞത് കാണാൻ കഴിയും, ആരെങ്കിലും നമ്മുടെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഫല്യതബവ്വഅ മഖഅദഹു മിനന്നാർ എന്നാണ്, നരകത്തിൽ അത്തരം ആളുകൾ സീറ്റ് ഉറപ്പിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും, അപ്പോൾ ഇങ്ങനത്തെ മൗലൂകളൊക്കെ എങ്ങനെയാണ് ഇങ്ങനത്തെ പണ്ഡിതന്മാർ അവിടെ ഗ്രന്ഥങ്ങളിൽ കൊടുക്കാറുള്ളത് എന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണ്ഡിതന്മാരാരും ഒറ്റയടിക്ക് ഇത് കൊടുത്ത് കാൽ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് കൊടുത്തു പോകുന്ന രീതിയല്ല ഉണ്ടാകാറ്. മറിച്ച് അത് ആരിൽ നിന്നും പറഞ്ഞു എന്ന് സനദോടു കൂടി അവർ പറയും. കാരണം ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് കൃത്യമായി സനദുകളെക്കുറിച്ച് അറിയുന്ന മത്തനുകളെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കത് അറിയാനും മറ്റും അതിലൂടെ എളുപ്പമാണ്. മാത്രവുമല്ല ഇനി ഇതേപോലെയുള്ള ആളുകൾ ആരത് ഉണ്ടാക്കി കൊണ്ടുവന്നാലും അത് പെട്ടെന്ന് തന്നെ കണ്ടെത്തി മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ കഴിയും. ഇപ്പോൾ നേരത്തെ ആഷിഖ് മൗലവി അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ നമ്മൾ കണ്ടു, അൽ മൗദൂആത്ത് എന്നൊരു കിതാബ് തന്നെയാണ്.
മൗലൂആത്ത് എന്ന് പറഞ്ഞാൽ ഇതേപോലെ കുറേ കള്ളന്മാർ എഴുതിണ്ടാക്കിയ സാധനങ്ങളാണ്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് അതിൽ അദ്ദേഹം ക്രോഡീകരിച്ചു വെച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് അതിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ അതിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായി ഇതെടുക്കാൻ പറ്റൂല എന്ന്. ഇങ്ങനത്തെ പല സേവനങ്ങളും പണ്ഡിതന്മാർ ചെയ്തു വെക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വരാറുള്ളത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അകലാട് സംവാദത്തിൽ ഈ വിഷയം കൃത്യമായി പറയേണ്ടത്. ബാക്കി അത് നിങ്ങൾ അകലാട് സംവാദവുമായി ബന്ധപ്പെട്ട് ഒന്ന് നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ആ കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി അടുത്ത ചെറിയൊരു കാര്യം, ഈ അകലാട് സംവാദം എന്ന ഈ വിഷയത്തിൽ മാത്രം നടന്ന സംവാദമാണ്. ആദനബിയുടെ തവസ്സുൽ എന്ന വിഷയത്തിൽ മാത്രമായി സഖാഫിമാരുമായി നമ്മൾ മുജാഹിദീങ്ങൾ നടത്തിയ സംവാദമാണ് അകലാട് സംവാദം. സെർച്ച് ചെയ്താൽ കിട്ടും. ചാവക്കാട് അപ്പുറത്ത് അകലാടിൻ്റെ സ്ഥലത്ത് വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു നേക്കിതയുടെ സംവാദമാണ്. അത് വളരെ ദീർഘമായ മണിക്കൂറുകൾ ഈ ഹദീസിനെ എല്ലാ വശങ്ങളും വെച്ച് അത് എവിടെയാണ് വന്നത്, ഏത് കിതാബിലാണ് വന്നത്, എന്തുകൊണ്ട് സ്വഹീഹല്ല തുടങ്ങിയ എല്ലാ ചർച്ചകളും വന്ന ഒരു സംവാദമാണ്. ഈ വിഷയം കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതൊരു അവലംബമായി സ്വീകരിക്കാം. അകലാട് സംവാദം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും.